കടഞ്ഞു പിഴിഞ്ഞു രചിച്ചതീ ഭാഗവതം മഹാവേദസാരം മഹാവേദസാരം. നാരായണ ജയ നാരായണ നാരായണ ജയ നാരായണ നാരായണ ജയ നാരായണ നാരായണ ജയ നാരായണ. സത്തുക്കൾ നിത്യമായി പാരായണം ചെയ്യും ഉത്തമവേദമീ ഭാഗവതം. സത്തുക്കൾ നിത്യമായി പാരായണം ചെയ്യും ഉത്തമവേദമീ ഭാഗവതം. അഷ്ടാദശ പുരാണങ്ങളിലേറ്റവും ഇഷ്ടമായി കണ്ടതീ ഭാഗവതം. അഷ്ടാദശ പുരാണങ്ങളിലേറ്റവും ഇഷ്ടമായി കണ്ടതീ ഭാഗവതം. നാരായണ ജയ നാരായണ നാരായണ ജയ നാരായണ നാരായണ ജയ നാരായണ നാരായണ ജയ നാരായണ. നാം മനസ്സിലാക്കാതെ പോയ ഒരു സാധനമാണ് നമ്മുടെ മനസ്സിൻ്റെ ശക്തി എന്ന് പറയുന്നത്. മനസ്സ് ഏത് പ്രശ്നങ്ങളെ സൃഷ്ടിക്കാനും കഴിയും, അതിന് ഏത് പ്രശ്നങ്ങളിൽ നിന്ന് ഉയരാനും സാധിക്കും. അങ്ങനെയൊരു ശക്തി വിശേഷമാണ്, അത്ഭുത വിശേഷമാണ് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സ്. ഇതിനെ നമുക്ക് ഭാഗവതം വളരെ വ്യക്തമായി പരിചയപ്പെടുത്തി തരികയാണ്. പറയണ ഏത് മനസ്സാണ് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്, ഏത് മനസ്സാണത്തെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്, ഏത് മനസ്സാണോ ഒരേ കാര്യത്തിൽ തന്നെ ഒട്ടിപ്പിടിച്ചു നിൽക്കുന്നത്, അല്ലെങ്കിൽ അതിൽ കൂടുതൽ ശ്രദ്ധ വച്ചിരിക്കുന്നത്, അതിൽ കൂടുതൽ കേന്ദ്രീകരിച്ചിരിക്കുന്നത്, ആ മനസ്സ് പ്രശ്നത്തിൻ്റെ മനസ്സാണ്. ഏതൊരു വിഷയത്തിൽ തന്നെ ഒട്ടി നിൽക്കുന്ന മനസ്സ് അത് പ്രശ്നങ്ങളുണ്ടാക്കും. അപ്പം ഏത് മനസ്സായിരിക്കും നമുക്ക് സുഖം തരുന്ന മനസ്സ്? എല്ലാറ്റിലൂടെയും കടന്നു പോവാനും എന്നാൽ എല്ലാറ്റിൽ നിന്നും മാറി നിൽക്കാനും സാധിക്കുന്ന ശക്തി ഏത് മനസ്സിനുണ്ടോ ആ മനസ്സ് നമുക്ക് സുഖം തരും. അപ്പൊ നമ്മൾ കുട്ടിക്കാലം മുതലേ ഡെവലപ്പ് ചെയ്യുന്നൊരു കാര്യം, ചെയ്യേണ്ട കാര്യത്തിൽ മനസ്സ് വയ്ക്കും. അതിൽ തന്നെ മനസ്സ് നിൽക്കുമ്പോൾ നിങ്ങൾ നോക്കൂ, നിങ്ങളുടെ മനസ്സ് കുറച്ച് നേരത്തെ ഈ പ്രശ്നങ്ങൾ തരില്ലേ. അതുകൊണ്ടാണ് അമ്മമാർക്ക് പ്രശ്നം രാവിലെ എന്തുണ്ടാക്കണം എന്നുള്ളത്. അതിൽ തന്നെ ഇങ്ങനെ ഒട്ടി നിൽക്കും, ബ്രേക്ക്ഫാസ്റ്റ്. ഏത് ഫാസ്റ്റ്? ബ്രേക്ക്ഫാസ്റ്റ്. എന്തുണ്ടാക്കണം അറിയില്ല. പിന്നെ എല്ലാവരോടും ചോദിക്കണം എന്താ ഉണ്ടാക്കേണ്ടത്. കാരണം അതിൽ തന്നെ ഒട്ടി നിൽക്കും മനസ്സ്. എന്ത് ചെയ്യണം, എന്ത് നേടണം, എന്ത് കിട്ടണം, എന്ത് കൊടുക്കണം, എന്ത് പറയണം, ഇതിനെ തന്നെ നമ്മളിങ്ങനെ ചിന്തിച്ചിരുന്നാൽ ആ മനസ്സ് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. മനസ്സ് പൊതുവെ നിൽക്കുന്നത് ചെയ്യേണ്ട കാര്യത്തിൽ, കിട്ടേണ്ട കാര്യത്തിൽ, കൊടുക്കേണ്ട കാര്യത്തിൽ തുടങ്ങി ഓരോ കാര്യങ്ങൾ, ബന്ധങ്ങളിൽ. ഇനി നമുക്ക് വല്ല അസുഖവും വന്നാൽ അവിടെ തന്നെ മനസ്സ് നിൽക്കും. നിങ്ങൾക്ക് തലയുണ്ടെന്ന് എപ്പോഴാണ് നിങ്ങളുടെ മനസ്സ് പറയുക? തലവേദന വരുമ്പോൾ. മൂക്കുണ്ടെന്ന് നിങ്ങൾ എപ്പോഴാണ് അറിയുക? ജലദോഷം വരുമ്പോൾ. അവിടുന്ന് പോവില്ലേ മനസ്സ്? മനസ്സ് അങ്ങനെ തന്നെ അതിനൊട്ട് നിൽക്കും. ഇങ്ങനെ ഒരേ കാര്യത്തിൽ തന്നെ ഒട്ടി നിൽക്കുന്ന മനസ്സിനെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന മനസ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ നിന്നും നമ്മുടെ മനസ്സിനെ നമുക്ക് എന്ത് ചെയ്യണം? വേർപെടുത്തണം. അതാണ് ആത്മീയത എന്ന് പറയുന്നത്. ആത്മീയത എന്ന് പറഞ്ഞാൽ ഒന്നിലും മനസ്സിനെ ഒട്ടിപ്പിടിക്കാൻ സമ്മതിക്കാതെ മനസ്സിനെ സ്വതന്ത്രമാക്കുന്നതാണ് ആത്മീയത. അതായത് നമ്മൾ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും
ഒന്നിലും വാസ്തവത്തിൽ മനസ്സ് ഒട്ടി നിൽക്കേണ്ടതില്ലയാണ്. ഉദാഹരണത്തിന് നിങ്ങളുടെ വ്യക്തിത്വത്തെക്കുറിച്ച് അനലൈസ് ചെയ്ത് നോക്കൂ. ശരീരത്തിന് അസുഖമുണ്ട് അല്ലെങ്കിൽ വാർദ്ധക്യം, അവരുടെ മനസ്സ് കൂടുതൽ എവിടെയായിരിക്കും? അസുഖമുള്ള ഒരാളുടെയും വാർദ്ധക്യമുള്ള ഒരാളുടെയും മനസ്സ് കൂടുതൽ ശരീരത്തിലായിരിക്കും. എന്നാൽ നമ്മളെന്ന് പറയുന്ന വ്യക്തിത്വം കേവലം ശരീരം മാത്രമാണോ? ആണോ? ശരീരം എന്ന് പറയുന്നത് ഒരു വൺ ഓഫ് ദി ഇൻഗ്രീഡിയൻ്റ് ആണ്. പ്രാണനില്ലേ നമുക്ക്? ശ്വാസവായു അകത്തേക്ക് പോകുന്നു, പുറത്തേക്ക് പോകുന്നു. അപ്പൊ അതിലേക്ക് നമ്മുടെ മനസ്സിന് കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ടാവില്ലേ? അല്ലെങ്കിൽ അതിലേക്ക് ശ്രദ്ധ തിരിക്കാനുള്ള കഴിവുണ്ടാവില്ലേ? ഉണ്ടാവില്ലയോ? പിന്നെ സൂര്യനാകുന്ന ശക്തിവിശേഷം, അത് രാവിലെ ഉദിക്കുന്നു, അസ്തമിക്കുന്നു, അതിൻ്റെ ചൂടെങ്ങും പടരുന്നു. അതിൽ നിന്നാണ് ആഹാരാദികൾ ഉണ്ടാവുന്നത്. നമ്മുടെ ശരീരത്തിനും വേണ്ടുന്ന ചൂട് ആരിൽ നിന്ന് കിട്ടുന്നു? സൂര്യനിൽ നിന്ന് കിട്ടുന്നു. അപ്പൊ സൂര്യന് നമ്മുടെ ജീവിതത്തിൽ പങ്കില്ലേ? ഉണ്ടോ ഇല്ലയോ? വെള്ളത്തിനൊരു പങ്കില്ലേ? ആകാശത്തിനൊരു പങ്കില്ലേ? ഇങ്ങനെ നമ്മൾ ഇതിലേക്കൊക്കെ മനസ്സിനെ വ്യാപരിപ്പിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് മനസ്സിലാവും ശരീരം എന്ന് പറയുന്നത് വ്യക്തിത്വത്തിന്റെ ഒരു ഭാഗം മാത്രമാണ്. അതിനെ ഞാൻ കൂടുതൽ പ്രാധാന്യം കൊടുത്താൽ, അതിൽ ഞാൻ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ അതെനിക്കൊരു പ്രശ്നമായി തീരും. അപ്പം എനിക്ക് ശരീരത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റണം, എൻ്റെ ശ്വാസത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റണം, അഗ്നിയിലേക്ക്, സൂര്യനെ, അതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റണം. അതുപോലെ തന്നെ എനിക്ക് ആകാശത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റണം. ഇങ്ങനെ നമ്മുടെ ശ്രദ്ധയെ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആ മനസ്സ് എവിടെയും ഒട്ടിപ്പിടിക്കില്ല. അതിൽ ചേരും, അതിൽ നിന്ന് വേർപ്പെടാൻ സാധിക്കും. അതുകൊണ്ടാണ് നമ്മളോട് ഈവൻ ഉപാസന ചെയ്യുമ്പോൾ പോലും പറയുന്നത്, നിങ്ങൾ ശംഖചക്ര കഥാരൂപത്തെ ഇങ്ങനെ നോക്കുമ്പോൾ കേശാദി പാദം, കേശത്തിൽ നിന്നും ക്രമേണ ശ്രദ്ധ ഒന്നിൽ നിന്ന് വിട്ട് ഏതിലേക്ക് വരണം? പാദത്തിലേക്ക്. വീണ്ടും പാദത്തിൽ നിന്ന് കേശത്തിലേക്ക്. നോക്കൂ, അതിൻ്റെ ആ ഒരു സമീപനം നോക്കൂ. അങ്ങനെ നമ്മുടെ മനസ്സിനെ നമുക്ക് എല്ലാറ്റിലേക്കും വ്യാപരിപ്പിക്കാനും സാധിക്കുക, ഒരു മുക്കുവൻ്റെ വല പോലെ വിടരാനും സാധിക്കുക, അതിനെ വീണ്ടും കൂട്ടിച്ചേർക്കാനും സാധിക്കുക. ഇങ്ങനെ സാധിച്ചാൽ ആ മനസ്സ് നമുക്കൊരു പ്രശ്നമുണ്ടാക്കില്ല എന്ന് പറയാം. അല്ലെങ്കിൽ നമുക്കുണ്ടല്ലോ, പലപ്പോഴും ഒന്നിൽ തന്നെ ശ്രദ്ധ വെച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പരാജയമായി തീരാറുണ്ട്, ദുരിതമായി തീരാറുണ്ട്, ദുഃഖമായി തീരാറുണ്ട്. ഒരിക്കലും മഹാരാഷ്ട്രയിൽ ബന്ദ് ഡിക്ലെയർ ചെയ്തു. ഒരു ട്രെയിനും അങ്ങോട്ട് വരാൻ സമ്മതിക്കാതെ, വാഹനം അങ്ങോട്ട് വരാൻ സമ്മതിക്കാതെ കംപ്ലീറ്റ് ബന്ദ്, ഈവൻ റെയിൽ പോലും ബന്ദിലായി. അപ്പം അന്നത്തെ ദിവസം കുട്ടികൾക്കൊക്കെ വളരെ സുഖമായി, പ്രത്യേകിച്ച് ഈ ചോപ്പടയിൽ താമസിക്കുന്ന കുട്ടികൾക്കന്ന് ട്രാക്കിൽ കളിക്കാനുള്ള ദിവസമാണ്. റോഡിലോ ട്രാക്കിലോ ഒക്കെ കളിക്കാൻ അവർക്ക്. അങ്ങനെ കുറേ കുട്ടികൾ റെയിൽവേ ട്രാക്കിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്, ചേരിയിലുള്ള കുട്ടികൾ. അങ്ങനെ അവർ വൈകുന്നേരം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിലൊരു പയ്യൻ, അവന് തോന്നി വൈകുന്നേരമായാൽ ബന്ധമൊക്കെ നിൽക്കും, അപ്പം നിർത്തിയിട്ടിരിക്കുന്ന ട്രെയിനുകളൊക്കെ, മറ്റ് സ്റ്റേറ്റിൽ നിന്ന് വരുന്ന ട്രെയിനുകളൊക്കെ, ബോംബെക്ക് വരാനുള്ള ട്രെയിനുകളൊക്കെ വരും. അപ്പോൾ ആ പ്രദേശത്താണെങ്കിൽ സൈറൺ അടിച്ചുകൊള്ളുന്നില്ല, അങ്ങനെ ഗേറ്റുകളൊന്നും ഇല്ലാത്ത ഓപ്പൺ സ്ഥലമാണ്. അവൻ ട്രെയിൻ കടന്നു പോകും. അപ്പോൾ ഒരു ദുരന്തം വരരുതെന്ന് കരുതിയിട്ട് അവൻ വളരെ കെയർഫുള്ളായിട്ട് സാധാരണ ട്രെയിനുകൾ ഓടുന്ന ട്രാക്കിൽ നിൽക്കാതെ അവൻ ട്രെയിനുകൾ പോവാത്ത ഒരു യൂസ് ചെയ്യാത്തൊരു ട്രാക്കിലേക്ക് മാറുന്ന അവിടുന്ന് കളിക്കാൻ തുടങ്ങി. ഇവർ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അവൻ അവിടെ നിന്നാണ് കളിക്കുന്നത്. അവൻ ആ അവിടുന്ന് വിട്ടുപോകുന്നില്ല. അങ്ങനെ കളി മൂത്ത് ഇവർ കളിയിൽ അങ്ങനെ രസിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് സൂപ്പർ ഫാസ്റ്റ് ട്രെയിൻ വരുന്നത്. ഗുജറാത്തിൽ നിന്ന് വരികയാണ്. ഡ്രൈവറുടെ ശ്രദ്ധ ഏറെക്കുറെ അടുത്തെത്തുമ്പോഴാണ് മനസ്സിലായത് കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു 10,000 കുട്ടികൾ കയ്യിൽ നിന്ന് അയാളുടെ നിയമപ്രകാരം അയാൾ ട്രെയിൻ ഓടിച്ചാൽ ഒരു 10-100 കുട്ടികൾ ചത്തുപോകും. കാരണം ഒന്നും ചെയ്യാൻ പറ്റില്ല അയാൾക്ക്. പിന്നെ അയാൾ നോക്കിയപ്പോൾ ഒരേ ഒരു വഴി ഇതേ ഉള്ളൂ. ഈ കുട്ടി നിൽക്കുന്ന ട്രാക്ക്, ഉപയോഗിക്കാത്ത ട്രാക്കിലൂടെ ട്രെയിൻ എടുത്തു കഴിഞ്ഞാൽ അനവധി എണ്ണത്തിനെ കൊല്ലുന്നതിന് പകരം ഒരു വലിയ ദുരന്തം. പക്ഷെ അപ്പോഴും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ കൺഫ്യൂഷൻ. അത് ഉപയോഗിക്കാത്ത ട്രാക്കാണ്, അത് എത്രമാത്രം ഉറപ്പുണ്ട്, സേഫ്റ്റി ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. എന്തെങ്കിലും ട്രെയിന് സംഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിത്തം മുഴുവൻ തനിക്കാണ്. അപ്പം അന്ന് അവർ പറയും, ഉദ്യോഗസ്ഥന്മാർ പറയും, നീ എന്തിനാ നേരൊക്കെ നോക്കിയത്? നിനക്ക് ട്രെയിനിലുള്ളവരുടെ ജീവിതമാണോ വലുത്, ട്രാക്കിലുള്ളവരുടെ ജീവിതമാണോ? പിന്നെ അവർക്ക് ഒരുപാട് യുക്തിയുണ്ട്. കാരണം കുട്ടികൾ അവിടെ കളിക്കാൻ പാടില്ല, ട്രാക്കാണ്, ഏത് സമയത്തും ട്രെയിൻ വരാം, അവർ ശ്രദ്ധ വയ്ക്കേണ്ടതാണ്. വീണ്ടും ഒരുപാട് കോംപ്ലിക്കേഷൻ വരും.
എന്ത് ചെയ്യും? ആ സമയത്ത് ഓഫ് ചെയ്യാനും പറ്റില്ല. ഈ സാധനം അത്ര സൂപ്പർ സ്പീഡിലാണ് വരുന്നത്. നിങ്ങൾ അതൊക്കെ നോക്കുമെന്ന് എനിക്കറിയാം. നമ്മളായിരുന്നു ആ സ്ഥാനത്തെങ്കിൽ മനസ്സ് ടെൻഷനിലല്ലേ, പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല. അവസാനം ഇയാൾ എന്ത് ചെയ്തു അറിയോ? തൻ്റെ ഡിസിഷൻ എടുത്തു. അയാൾ ആ ഒറ്റ കുട്ടി നിൽക്കുന്ന ട്രാക്കിലൂടെ അയാൾ ട്രെയിൻ എടുത്തു, ഒരെണ്ണത്തിനെ കളഞ്ഞു. പക്ഷേ കുട്ടിയുടെ സ്ഥലത്തിൽ നോക്കൂ നിങ്ങൾ, സേഫ് എന്ന് കരുതിയ സ്ഥലം അപകടം പിടിച്ച സ്ഥലമായി. ഇത് തന്നെയാണ് പലപ്പോഴും നമ്മളുണ്ടല്ലോ ജീവിതത്തിൽ പരാജയപ്പെടുന്നത്. നാം സുരക്ഷിതരെന്ന് കരുതുന്ന കാര്യങ്ങൾ പിന്നീട് നമുക്ക് ദുരന്തമായി തീരുകയാണ്. നമ്മൾ കുട്ടിക്കാലത്തെ അറിയുന്നില്ല ഈ ശരീരം വാർദ്ധക്യത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ തരുന്നുള്ളത്. നമ്മൾ അതിൽ തന്നെ മനസ്സ് വെച്ച് ജീവിക്കുമ്പോൾ പ്രായമാകുന്ന സമയത്ത് രോഗങ്ങളും പ്രശ്നങ്ങളും തരുമ്പോൾ പിന്നെ അതിൽ നിന്ന് നമ്മുടെ മനസ്സിനെ മാറ്റാൻ നമുക്ക് സാധിക്കാതെ വരുന്നു. ശരിയാണോ ഞാൻ പറയുന്നത്? ഇതുപോലെ ഓരോ കാര്യത്തിൽ നമ്മൾ ശരിയെന്ന് കരുതുന്നത് പിന്നീട് അത് ദുരന്തമായി തീരുന്നു. അതുകൊണ്ട് ഭാഗവതം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു, ഒന്നിലും ഒട്ടിപ്പിടിക്കാൻ ആരെ സമ്മതിക്കരുത്? മനസ്സിനെ സമ്മതിക്കരുത്. ഒന്നിലും ഒട്ടിപ്പിടിക്കരുത്. എല്ലാറ്റിലൂടെയും കടന്നു പോകാൻ നമ്മുടെ മനസ്സിന് സാധിക്കണം. ഒന്നും നമ്മുടെ മനസ്സിൽ ഒട്ടിപ്പിടിക്കാൻ സമ്മതിക്കരുത് എന്നുള്ളൊരു മഹത്തായ സന്ദേശം നമുക്ക് പറഞ്ഞു തരുന്നൊരു ഭാഗമാണ് രഘൂഗണ ഭരത ഉപദേശം. ശ്രീമദ് ഭാഗവതത്തിലെ 10ാമത്തെ അധ്യായത്തിലേക്കാണ്, 5ാമത്തെ സ്കന്ധത്തിലെ 10ാമത്തെ അധ്യായത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ഭരതൻ അദ്ദേഹം ഒരു മാനിൽ പെട്ടുപോയി. മാനിൻ്റെ രൂപം ചിന്തിച്ച് മരിക്കുക കാരണം മാനായി. പിന്നീട് ആ മാനിൻ്റെ ശരീരം ഉപേക്ഷിച്ച് വീണ്ടും ഒരു ബ്രാഹ്മണന്റെ വീട്ടിൽ വന്നു. ഇവിടെ അദ്ദേഹത്തിന് പേര് ജഡഭരതൻ എന്നാണ്. എന്താ ജഡഭരതൻ എന്ന് പറയാൻ കാരണം? കുട്ടിക്കാലത്തെ ജനിച്ച നിമിഷം തന്നെ ആരോടും ഒരു തരത്തിലും ഒരു വ്യവഹാരവും വർത്തമാനമില്ല, എന്തു കൊടുത്താലും കഴിക്കും എന്നുള്ള രീതിയിൽ ഒരു ജഡനെ പോലെ ജീവിച്ചതുകൊണ്ട് ജഡഭരതൻ എന്ന് പേര്. അങ്ങനെ ജഡഭരതനെ ഭദ്രകാളിക്ക് ഗുരുതി കൊടുക്കാൻ കൊണ്ടുപോയതും ആ ഭദ്രകാളി അവിടെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ബാക്കിയുള്ളവരൊക്കെ കൊന്ന് ആ ജഡഭരതനെ അനുഗ്രഹിച്ചൊരു രംഗമൊക്കെ നമ്മൾ കണ്ടു. അതിനുശേഷം പിന്നീട് എന്തുണ്ടായി? പിന്നീടുള്ള കഥ പറയാണ്. അത സിന്ധു സൗവീരപദേ രഘൂഗണ വ്രജത ഇക്ഷുമത്യാസ്തടേ തൽകുലപതിന ശിബികാവാഹ പുരുഷാന്വേഷണ സമയേ ദേവേനോപസാദിത സദ്വിജവര ഉപലബ്ധ ഏഷ പീവ യുവ സംഘനാനാംഗോ ഘോഗരവദ്ധുരം ഊഢമലമിതി പൂർവവിഷ്ടിഗൃഹീതേ സഹ ഗൃഹീത പ്രസവമദർഹ ഉവാഹ ശിബികാം സ മഹാനുഭാവ. ഇങ്ങനെ പറഞ്ഞ് തുടങ്ങുകയാണ്. സിന്ധു സൗവീര ദേശത്തിലെ രാജാവായിരുന്നു രഘൂഗണ മഹാരാജാവ്. അദ്ദേഹത്തിന് കുടുംബത്തിൽ, അതായത് കൊട്ടാരത്തിൽ ചില പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഭക്തിമാര് തമ്മിലുള്ള സ്പർദ്ധകളും എല്ലാം കൂടിയായപ്പോൾ സമാധാനവും സ്വസ്ഥതയും നഷ്ടപ്പെട്ടു. അപ്പോൾ സ്വസ്ഥതയും സമാധാനവും നഷ്ടപ്പെട്ടാൽ നമ്മുടെ കാലത്താണെങ്കിൽ ജ്യോത്സ്യന്മാരുടെ അടുത്തേക്ക് പോവും, അല്ലെ അമ്പലത്തിലേക്ക് പോവും. അങ്ങനെയാണല്ലോ പൊതുവെ നമ്മൾ. എന്നാൽ ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ തോന്നി കപില മഹർഷിയുടെ ആശ്രമത്തിലേക്ക് ഒന്ന് പോകാം. അപ്പം ഇന്നത്തെ പോലത്തെ വാഹന സൗകര്യങ്ങളൊന്നുമില്ല, കുതിരവണ്ടി കാളവണ്ടി ഒന്നും അന്നുണ്ടെങ്കിൽ രാജാക്കന്മാർ അതിലൊന്നും യാത്രയില്ല. അന്ന് രാജാക്കന്മാർ യാത്ര ചെയ്യുന്നത് ശിബിക എന്ന് വെച്ചാൽ പല്ലക്കലാണ്. അപ്പോൾ രാജാവിനെ പല്ലക്കിലിരുത്തി രാജാവ് പറഞ്ഞു എന്നെ കൊണ്ടുപോകണമെന്ന്. അങ്ങനെ പല്ലക്ക് ചുമക്കുന്നവർ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരാൾക്കെന്തോ അസ്വാസ്ഥ്യം തോന്നി, പോകാൻ പറ്റില്ല തോന്നി. അപ്പം ഇനി എന്ത് ചെയ്യും? ഇത് ചുമക്കാൻ പറ്റിയ ഒരാളെ കിട്ടണം. അവർ നോക്കുന്ന സമയത്ത് അതാ ദൈവ കാലനിയോഗമായിരിക്കാം. ദ്വിജവര ഉപലബ്ധ യേശ പീവായുവ. ആ സമയത്താണ് നമ്മുടെ ജഡഭരതൻ ആ വഴിക്ക് അങ്ങനെ പോകുന്നത്. ജഡഭരതനെ കണ്ടപ്പം എടോ ഇവിടെ വരൂ എന്ന് പറഞ്ഞു. അങ്ങോരാണെങ്കിൽ ഒരു പൊട്ടനെ പോലെയാണ്. ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. ഇനി എന്ത് വേണം? പുറകിലുള്ള ഒരു കാല് അയാളുടെ തൊഴിൽ വെച്ചു കൊടുത്തു. എന്നിട്ടോ നടക്കാൻ പറഞ്ഞു. ഭരതൻ ആദ്യമായിട്ടാവും, പണ്ട് രാജാവായിരുന്ന ആളാണ്, ഇപ്പൊ അയാളുടെ കഴുത്തിലാണ് കാലനിയോഗം. നോക്കും നിങ്ങൾ ആ ഒരു അവസ്ഥ അദ്ദേഹത്തിന് കഴുത്തിൽ വെച്ചു കൊടുത്തു. എന്നിട്ട് നടന്നോളാം. ദ്വിജപരശേഷമാത്രാവലോകാനുഗതേന്ന സമാഹിത പുരുഷഗതിസ്തദാ വിഷമഗതം ശശിപികാം രഘൂഗണോപധാര്യ. രഘുഗണനെ വഹിച്ചുകൊണ്ട് അവർ നടക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ നോട്ടം എവിടെയാണ്? ഈ പല്ലക്ക് ചുമക്കുന്ന സമയത്ത് അദ്ദേഹം നോക്കുന്നത് താഴേക്കാണ് നോക്കുന്നത്. വല്ല ജീവജാലങ്ങളൊക്കെ പോകുന്നുണ്ടോയെന്നും നേരെയല്ല നോക്കുന്നത്, താഴോട്ട് നോക്കുക. വല്ലതും ഇഴഞ്ഞു പോകുന്നതൊക്കെ കണ്ടു കഴിഞ്ഞാൽ, പുഴുക്കളോ ഉറുമ്പൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു ചാട്ടം.
മുകളിലൊരു സാധനം ഉണ്ട് എന്നൊരു ഓർമ്മയില്ല. പല്ലക്ക് ചുമന്ന ആള് ചാടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ഇത് കുലുങ്ങാൻ തുടങ്ങി. ഭയങ്കര ദേഷ്യം വന്നു. ആരാ ഇങ്ങനെ പല്ലക്ക് ചുമക്കുന്നത്? ഹേ വോടാരാ സ്വതിക്രമത ഇതി എന്നൊക്കെ ഇങ്ങനെ വിളിച്ചു ചോദിക്കാൻ തുടങ്ങി. ഇങ്ങനെയാണോ പല്ലക്ക് ചുമക്കുക? സ്വാദ് അതിക്രമ, നിങ്ങളത് അതിക്രമം ചെയ്യണോ? മര്യാദ കിടക്കണോ എന്നൊക്കെ രാജാവ് അതിൻ്റെ ഉള്ളിൽ നിന്ന് അട്ടഹസിക്കാൻ തുടങ്ങി. അപ്പോൾ ഉള്ളവരെന്ത് പറഞ്ഞു? രാജൻ ഞങ്ങളല്ല പ്രശ്നം ഉണ്ടാക്കുന്നത്, എന്നാ വയം നരദേവ, ഞങ്ങളല്ല പ്രശ്നം ഉണ്ടാക്കുന്നത്. പിന്നെ ആരാണ്? ഇപ്പോൾ ഒരുത്തൻ വന്നിട്ടുണ്ട്, അയം മധുനൈവ നിയുക്തോ, ഇപ്പോൾ ഒരുത്തനെ ഞങ്ങൾ വിളിച്ചിട്ട് അവൻ്റെ തോളിൽ വെച്ചു കൊടുത്തിട്ടുണ്ട്. അവനുണ്ടല്ലോ ഇന്ന് ദ്രുതം പ്രജതി, ഞങ്ങളുടെ സ്പീഡിൽ നടക്കുന്നില്ല, അവൻ്റെ തോന്നിയ പോലെ നടക്കണത്. അതിപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും രാജൻ? അപ്പം രാജാവ് ഒന്ന് നോക്കി പല്ലക്കുന്ന് എങ്ങനെയുണ്ട് പാർട്ടി ഇത്. അത് അടിച്ചിട്ട് കേവനായിട്ടുള്ള ഒരാളാണ്. മുഖത്തേക്ക് നോക്കിയില്ല, തടിയിലേക്ക് നോക്കി. ചെരുപ്പ് കുത്തിയെ പോലെ ഈ രാജാവ്. ചെരുപ്പ് കുത്തികളെപ്പോഴും മുഖത്തേക്ക് നോക്കില്ലല്ലോ, അവരെപ്പോഴും നോക്കുന്നത് കാലിലേക്കാണ് നോക്കുന്നത്. അതുപോലെ രാജാവ് ശരീരത്തിലേക്ക് നോക്കിയിട്ട് കളിയാക്കിക്കൊണ്ട് പറയാണ്, ഓ കഷ്ടം ഭ്രാതർ വ്യക്തം ഒരു പരിശ്രാന്തോ, കഷ്ടം കഷ്ടം, നീ അങ്ങോട്ട് പരിശ്രമിച്ച് എന്നെ ചുമന്ന് തളർന്നിരിക്കണു പാവം. ദീർഘബദ്ധാനമേവ, കുറേ നേരമായില്ലേ ചുമക്കണു. ഓ അതുകൊണ്ടായിരിക്കാം ആദി പീവ, പാവം തടിയൊന്നുമില്ല, മെലിഞ്ഞുണങ്ങിയിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് ജരസ വൃദ്ധനായിരിക്കുകയാണ് പാവം എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കി. നല്ല തടിയുള്ള ആളുടെ മുഖത്ത് നോക്കിയിട്ട് പാവം മെലിഞ്ഞിരിക്കണോ പറഞ്ഞാൽ ഇതിനും വലിയ ഇൻസൾട്ട് വേറെ ഉണ്ടോ? ഒന്നും കഴിക്കാറില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻസൾട്ട് വേറെ ഉണ്ടോ? അയാൾ അങ്ങനെ ഇൻസൾട്ട് ചെയ്തു. ഭരതനാണെങ്കിലോ എന്ത് കേട്ടാലും മനസ്സെപ്പോഴും ഒരുപോലെയാണ്, പ്രസന്നമാണ്. അദ്ദേഹം ബ്രഹ്മഭൂത തൂഷ്ണീം ശിബികം പൂർവതുവാഹ, തൻ്റെ മനസ്സിനെ തൂഷ്ണീം ഭവൂവ. വിവേകികൾ അങ്ങനെയാണ്, ആരെന്ത് പറഞ്ഞാലും മനസ്സ് ശാന്തമാക്കി വെച്ചു. വീണ്ടും നടക്കാൻ തുടങ്ങി. അങ്ങനെ നടക്കുന്ന സമയത്ത് വിഷമഗതായം പ്രകുപിത, ആ പല്ലക്കിനെയും ചുമന്നുകൊണ്ട് ബാക്കിയുള്ളവർ ഓടാൻ തുടങ്ങിയപ്പോൾ ഭരതനുണ്ട് ഓടാൻ പറ്റണു? അങ്ങോരാദ്യമായിട്ട് ഈ കുന്തെടുക്കണത്. അങ്ങോരാണിച്ചാൽ അവരൊക്കെ നേരെ നോക്കിയിട്ട് ഓടുന്നുവെങ്കിൽ ഇയാള് താഴെ നോക്കിയിട്ട്. അതിൻ്റെ ഇടയ്ക്ക് എന്തോ വന്നു എന്നറിയില്ല, ഒരു ചാട്ടം ചാടിയപ്പോഴേക്കും അവർ പല്ലക്കും കൊണ്ടുപോയി. ഒരാളവിടെ പല്ലക്ക് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പല്ലക്കിൻ്റെ അവസ്ഥ പറയണ്ടല്ലോ. രാജാവിന് പെട്ടെന്ന് അത് ബാലൻസ് തെറ്റി. രാജാവിന് കോപം വന്നിട്ട് ഉറക്കെ വിളിച്ചു തന്നു, തും കിമിതരെ ജീവൻ മൃതോ മാം ഖദർത്തീകൃത്യ ഭർത്തശാസനവിധി പ്രമത്തസ്യ കരോമി ചികിത്സാ ദണ്ഡപാണീന്ന്. നീ എന്താ മനസ്സിലാക്കിയിരിക്കുന്നത്? നീ എന്താ മരിച്ചിരിക്കുന്ന ശവമാണോ? ജീവൻ മൃതനാണോ? എന്താ പറഞ്ഞാൽ മനസ്സിലാവില്ല നിനക്ക്? ഞാൻ ആരാ നിനക്കറിയോ? രാജാവാണ്, ദണ്ഡപാണിയാണ്. നിന്നെയൊക്കെ ചികിത്സ ചെയ്യാൻ എനിക്ക് യാതൊരു പ്രയാസവും, ശിക്ഷ തരാൻ എനിക്കൊരു മടിയില്ല, ഓർത്തോളൂ എന്ന് പറഞ്ഞപ്പോൾ രഘുഗണ രാജാവിൻ്റെ ആ ഒരു വാക്കുകൾ കേട്ടപ്പോൾ ഭരതന് തോന്നി, ഈ ഒരു നിമിഷം ഈ രാജാവിനെ ഒന്ന് അനുഗ്രഹിക്കണം എന്ന്. 10-30 വർഷത്തോളം